വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ 2023 നമ്മുടെ ക്രിസ്മസ് എഫാത്തയിലുള്ള നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ആഘോഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആൻഡ് നമ്മുടെ എഫാത്തയിലുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മൾ പേര് കൂടി ഇട്ടിട്ടുണ്ട്. ഫെലിക്സ് നത്താലിനാണ് നമ്മുടെ ഈ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഈ ഒരു ഇവൻറ്റിന് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഈ എഫാത്തയിൽ ഞാൻ ഇപ്പോൾ തോന്നുന്നു ഇന്നത്തെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തു എഫാത്തയിൽ. ഇപ്പോൾ എനിക്കിപ്പോൾ രണ്ടാമത്തെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. ഞാൻ കഴിഞ്ഞ ഡിസംബർ 15-നാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ ക്രിസ്മസ് സെലിബ്രേഷനാണ് എഫാത്തയും കൂടി ആയിട്ടുള്ളത്. സോ മച്ച് ഹാപ്പിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഡാൻസൊക്കെ കളിച്ച് കോളാക്കാൻ ഇല്ല, നല്ല അടിപൊളിയായിട്ട് കളിക്കും. പിന്നെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ എല്ലാവരും ഒരു മസ്റ്റാർഡ് യെല്ലോ തീമിലാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഒരുങ്ങി വന്നിരിക്കുന്നത്. കുറേ സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരും കണ്ടിട്ടില്ല കേട്ടോ, ഫുൾ ആൾക്കാരും കണ്ട് എത്തിച്ചിട്ടില്ല. മേലത്തെ ആൾക്കാരൊക്കെ അടിപൊളിയായിട്ടോ വന്നിട്ടുണ്ടാവും. ഞാൻ ആരെയും കണ്ട് ഫുള്ളാക്കിയിട്ടില്ല. സോ എന്തായാലും ഫംഗ്ഷനിൽ എത്തുമ്പോൾ എല്ലാവരെയും കാണാം. അപ്പോൾ എന്തായാലും നമ്മുടെ അധികം വൈകിക്കുന്നില്ല, നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എഫാത്തയിലെ 2023 ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മൾ ഫെലിസ് നത്താൽ എന്നാണ് ഇട്ടിരിക്കുന്നത്. പോർച്ചുഗീസ് പേരാണ്. നമ്മൾ ബോൺ നത്താലെ പോലെ തന്നെ മെറി ക്രിസ്മസ് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇനി ഏത് പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ പ്രയറിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളെല്ലാവരും എഴുതിരൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് നമ്മൾ പ്രയർ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ എന്നത്തെ പോലെ എന്നത്തെയും താരം നീ ആയിരുന്നു, ആങ്കറിങ് ആയിരുന്നു. എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടും കൂടിയായിരുന്നു. ആളങ്ങനെ തകർത്ത് നമ്മളെ ആ ഒരു ഇതിൽ നല്ല ലാഫ്റ്ററായിട്ട് നല്ല സന്തോഷത്തോടൊക്കെ എത്തിയത് നമ്മുടെ ആളാണ്. പിന്നെ നമ്മുടെ സാറിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ കെട്ടിൻ്റെ ഒരു പണി കൂടി കിട്ടി. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടിയിട്ടൊരു ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓരോ വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സിൽ നമ്മൾ എന്താണ് നമുക്ക് തോന്നുന്നത്, ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട് നമ്മൾ പറയണം. എനിക്ക് കിട്ടിയിരിക്കുന്നത് തിളങ്ങുന്ന എന്നാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ലോട്ട് എടുത്തിട്ട് അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് അതായിരുന്നു സാറിന് ഞങ്ങൾക്ക് തന്ന പണി. എന്നാലും എല്ലാവരും നല്ല രീതിയിൽ അത് പറഞ്ഞു കേട്ടോ, നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തു. പ്രകാശനം നടത്താം. അപ്പൊ നമ്മളിൽ ആദ്യം പ്രകാശം ഉണ്ടാവണം. ആ പ്രകാശം മറ്റുള്ളവർക്ക് നൽകുകയും വേണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ. അതിനുശേഷം സാറും മാഡം കൂടിയിട്ട് ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മെയിൻ ആളില്ലാണ്ട് എന്താ ആഘോഷം എന്ന് പറയണ പോലെ നമ്മുടെ ക്രിസ്മസ് പപ്പ അത് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അനീഷ് ആയിരുന്നു ക്രിസ്മസ് പപ്പയായിട്ട് വന്നിരുന്നത്. എല്ലാവരും ആളെ കണ്ടപ്പോൾ ഭയങ്കര ക്രിസ്മസ് പപ്പ വരുന്ന. അപ്പോൾ അങ്ങനെ ആൾ നല്ല എൻജോയ്മെൻറ്റിൽ നന്നായി ബലൂണൊക്കെ വീശി നല്ല രസമായിരുന്നു കേട്ടോ. ആളുടെ ആ ഒരു എൻട്രി നല്ല രസമായിരുന്നു കാണാനായിട്ട്. സാറും മാഡമൊക്കെ നല്ല കൈയൊക്കെ അടിച്ച് നല്ല ജോയ് ആയിരുന്നു. എന്താ പറയുക, ജോയ് ടു ദ വേൾഡ് എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ഒരു ജോയ് മൊമെൻ്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ ക്രിസ്മസ് ഉപ്പയുടെ എൻട്രി ഒക്കെ അതിന് ശേഷം നമുക്ക് തൊപ്പി അതുപോലെ തന്നെ ഒരു പീസ് ഓഫ് കേക്കും കൂടി കിട്ടി. അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും വീഡിയോ എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ തൊട്ട് അയൽവാസിയായിട്ടുള്ള ഡെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫാണ്, ശുഭ എന്നാണ് ആളുടെ പേര്. ആളിടയ്ക്കിടയ്ക്ക് പറയായിരുന്നു എന്നെ പരിചയപ്പെടുത്തു എന്നുള്ളത്. അപ്പോൾ ആളി ഞാൻ പരിചയപ്പെടുത്തി പ്രത്യേകം എടുത്ത് പറയുന്നു. പിന്നെ മഞ്ജു മാമിൻ്റെ സ്പീച്ചായിരുന്നു. മാം പണ്ട് എഫാത്തയിലുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ്റെ മെമ്മറീസൊക്കെ ആൾ റീകളക്ട് ചെയ്തിട്ട് പറഞ്ഞിരുന്നു. നല്ലൊരു സ്പീച്ചായിരുന്നു. നെക്സ്റ്റ് നമ്മുടെ ഓരോ പ്രോഗ്രാമും കഴിയുമ്പോഴും നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് അനീഷ് മമ്മൂട്ടിയുടെ വേഷത്തിൽ, പിന്നെന്താ ജയൻ്റെ വേഷത്തിൽ, അതുപോലെ ശാന്തുപൊട്ടിൻ്റെ വേഷത്തിലൊക്കെ വന്ന് നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു. ഓരോ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വരാം ഭയങ്കര ഒരു ഡെഡിക്കേഷനായിരുന്നു. അപ്പോൾ അനീഷിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഷാരിച്ചും അതുപോലെ സുജിതേച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് ബിഗ് കൺഗ്രാറ്റ്സ് എന്ന് ഞാൻ പറയും കേട്ടോ. അവരൊക്കെ സെറ്റ് ചെയ്ത് അവരെന്തോ പ്ലാൻ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. കാരണം ഞങ്ങൾ ടൈറ്റാൻ്റെ തൊട്ടിപ്പുറത്ത് നിന്നിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇത്രയ്ക്കും അടിപൊളിയാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും സൂപ്പറായിരുന്നു.
പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഓരോരുത്തരും ക്രിസ്മസ് വിഷസ് പറഞ്ഞിരുന്നു. റിനി ചേട്ടൻ, ഗ്രേസ് ചേച്ചി, നൈ ചേച്ചി, ലിറ്റി മാം, ബാഹു ചേട്ടൻ, അങ്ങനെ എല്ലാവരും വിഷസ് പറഞ്ഞിരുന്നു. എല്ലാവരും ഫസ്റ്റ് ടൈമാണ് വന്ന് ഇതുപോലൊക്കെ ഒരു സ്പീച്ചൊക്കെ പറയുന്നത്. പക്ഷേ എല്ലാവരും നല്ല രസമായിട്ട് അത് സ്പീച്ച് പ്രസൻറ്റ് ചെയ്തു.
ക്വസ്റ്റ്യൻസ് കൊടുക്കും. അപ്പൊ രണ്ടുപേരുടെ കയ്യിൽ നമ്മൾ ഒരു കാർഡ്സ് കൊടുക്കും. ടി എന്ന് എഴുതിയിട്ടുള്ളത് തോമസ് സാറിനെ റിപ്രസെന്റ് ചെയ്യുന്ന കാർഡാണ്. എം എന്ന് പറയുന്നത് മഞ്ജു മാമിന്റെ പേരാണ്. ഓക്കെ, അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കണം. അതായത് സാറ് അവിടെ ഫേസ് ചെയ്തിരിക്കണം, മാം ഇവിടെ. എഫാത്ത എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാ? ഗംഭീരമായ ആദ്യത്തെ ഉത്തരം തന്നെ തെറ്റിച്ചിരിക്കുകയാണ്. ഇവര് പരസ്പരം സപ്പോർട്ട് ചെയ്ത് കളിക്കാനായിട്ട് വിഷമാവാത്ത രീതിയിൽ അവർ കളിക്കുന്നത്. ശരിക്കുള്ള ഉത്തരം തന്നെ ഞങ്ങൾക്ക് കിട്ടണം. ആക്ച്വലി ഇതാണ് ഫസ്റ്റ് പറഞ്ഞത്. ലൈഫില് പഞ്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്നത് ആരാ? അപ്പൊ ഒരു പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ദേഷ്യം പെട്ടെന്ന് വരുന്നത് ആർക്കാണ്? ഇതിന് ആരും മാർക്ക് കൊടുക്കാം, കാരണം മാം രണ്ടുപേർക്കും വരുന്നു പറഞ്ഞു. സാർ പറഞ്ഞത് മാമിനാണെന്ന് അല്ലേ? അവിടെ തിരിഞ്ഞിരുന്ന് പാരയൊക്കെയാണ് കാണില്ലെന്ന് ചോദിച്ചത്. ഓക്കെ, അടുത്തത് ഏറ്റവും കൂടുതൽ ടൈം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നത് ആരാ? വീണ്ടും തെറ്റിച്ചിരിക്കാണ്. 27 വർഷത്തെ. ഓക്കെ, അടുത്തത് വീട്ടില് കൂടുതലും ക്ലിനിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് ആരാ? ഇവിടെ അത് വേഗം വേഗം ഉത്തരം പറയണം കേട്ടോ. ഒരാൾ പൊതിച്ച് കഴിഞ്ഞിട്ടാകരുത്. അടുത്തത് ഏറ്റവും കൂടുതൽ ട്രിപ്പ് പോവാൻ അല്ലെങ്കിൽ യാത്രകൾ പോവാൻ ഇഷ്ടമുള്ളത് ആർക്കാ? അപ്പൊ 2.5 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ഏറ്റവും കൂടുതൽ കുട്ടികളെ വഴക്ക് പറയുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നിങ്ങനെ പറയുന്നത് ആരാ? വീണ്ടും തെറ്റുകൾ മാത്രം. ഓക്കെ, അടുത്തത് ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളത് ആർക്കാ? ശരിയാണോ? യെസ്. അപ്പൊ 3.5 അല്ലെ മാർക്ക്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കും പക്ഷെ അത് സോൾവ് ചെയ്യാൻ മുൻകൈ എടുക്കുന്നത് ആരാ? യെസ്. ഇനി കൂടുതൽ സമയം കിടന്ന് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും റെസ്റ്റ് എടുക്കണം, എപ്പോഴും ഉറങ്ങണം, ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആരാ? സാറ് പ്രത്യേക ട്രാക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഇത് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ വീട്ടിൽ പ്രാർത്ഥന നിർബന്ധമായിട്ടുള്ളത് ആർക്കാ? സത്യത്തിൽ 27 വർഷം ഒരുമിച്ച് തന്നെ ആയിരുന്നില്ലേ? ഫേവറേറ്റ് കളർ രണ്ടുപേരും എഴുതണം. മാം മാമിന്റെ ഫേവറേറ്റ് എഴുതുക, സർ മാമിന്റെ ഫേവറേറ്റ് എഴുതുക. യെസ്, നമുക്ക് ആൻസർ ചെയ്യില്ലേ? ഗംഭീരം. അതായത് മാം മാമിന്റെ ഫേവറേറ്റ് കളർ എഴുതുക, സർ മാമിന്റെ ഫേവറേറ്റ് കളർ എഴുതുക. ഇത് കോപ്പിയാണ് കേട്ടോ. 6 ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ അംഗീകരിക്കില്ല. ഫസ്റ്റ് എഴുതിയ ക്വസ്റ്റ്യൻ, സോറി ആൻസർ. ഓക്കെ മാം.
Yellow and black. ബ്ലാക്ക് രണ്ടാം തീയതിയിലാണ്. ഓക്കെ മാം കവർ ചെയ്യണം കേട്ടോ ആൻസർ. അടുത്തത് ഇവരുടെ വെഡിങ് 1997 അല്ലേ? ഓക്കെ, ഏപ്രിൽ 12 ആയിരുന്നു. അത് ഏതായിരുന്നു ദിവസം? ലൈക്ക് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, അത് ഏതായിരുന്നു ദിവസം? യെസ് പറഞ്ഞോ. യെസ്. അപ്പോ 1.5 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് സർ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഫുഡ്? യെസ്. പുട്ട്. സാലഡ്. ഓക്കെ, അപ്പൊ അത് തെറ്റിപ്പോയി. അടുത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡോക്ടർ ജോഷഫ് തോമസ് പൂനൂലിൽ ജനിച്ച ദിവസം? ഡേ ഇതുപോലെ തന്നെ മൺഡേ, ട്യൂസ്ഡേ. ഡേറ്റ് അല്ല കേട്ടോ, ഡേ ആണ് വേണ്ടത്. ഫസ്റ്റ് ചൈൽഡാണ്. സത്യത്തിൽ ആൻസർ നമുക്കും അറിയില്ല. ഇവർ എന്ത് പറയുന്നത് അംഗീകരിക്കേണ്ടി വരും. ഡേ എഴുതണം. യെസ്, ഓക്കെ. Monday. ഗുഡ്. കാരണം അത് ഓർത്തിരിക്കാൻ കുറച്ച് പാടാണല്ലേ. നോ മോർ റിപ്പീറ്റേഷൻസ്. റിപ്പീറ്റ് ചെയ്യില്ല നമ്മൾ പറഞ്ഞിരുന്നു. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യില്ല. കറക്റ്റ് അല്ലേ? യെസ്. ടീം എക്ക് തന്നെയാണ് 3 പോയിന്റ്സ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, വേഗം തന്നെ ക്ലാപ്പ് ചെയ്യുക, കാരണം റിപ്പീറ്റ് ചെയ്യുന്നതല്ല കേട്ടാ. അടുത്ത ചോദ്യം, എഫാത്തയിലെ, എഫാത്ത എന്ന പേരിലെ നമ്പർ ഓഫ് പി? യെസ്, പാസ് ചെയ്യും. ആൻസർ നമ്പർ ഓഫ് പി. ക്ലൂ ഒന്നുമില്ല. നിലവിലുള്ള നമ്പർ ഓഫ് തെറപ്പി റൂംസ്? ഓക്കെ, 18 എന്നാണ് ആൻസർ. നിങ്ങൾക്ക് ആൻസർ ഉണ്ടോ? ഓക്കെ, ഇത് സമ്മതിക്കില്ല. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും 0 പോയിന്റ് ആണ്. നമ്പർ ഓഫ് തെറപ്പി റൂംസ് 19 ആണ് അല്ലേ സർ? യെസ്, 19 ആണ്. പക്ഷെ എന്നാൽ ഇപ്പൊ നിലവിൽ തെറപ്പി എടുക്കുന്ന റൂംസ് 19 ഉണ്ട്. ഞങ്ങൾ എണ്ണയായിരുന്നു. ഓക്കെ, അടുത്തത് ഇവിടെ ക്രിസ്തുമസിന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്തുമസ് ട്രീസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഈ ഒരു എഫാത്തയില് നമ്പർ ഓഫ് ക്രിസ്തുമസ് ട്രീസ്? 5. ഓക്കെ, ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ആൻസർ? നമ്പർ ഓഫ് ക്രിസ്തുമസ് ട്രീസ് ഇൻ എഫാത്ത? ഓക്കെ, ടീം ബി സ്കോർ ചെയ്തിരിക്കുകയാണ്. അവർക്ക് കറക്റ്റ് ആൻസർ ആണ്. നമ്പർ ഓഫ് ക്രിസ്മസ് ട്രീസ് 5. അടുത്ത കൊമ്പ്. ലുട്ടാപ്പി. ടീം ബി ആൻസർ ചെയ്യാൻ പാടില്ല കേട്ടോ. മായാവി. അത് ഞാൻ പറഞ്ഞത്. യെസ്, റൈറ്റ് ആൻസർ. ഈ ടീമിനെ തെറ്റിക്കാൻ നോക്കാം, ശ്രമിക്കാം. മഞ്ഞുമഴക്കാട്ടിൽ. ഓക്കെ, അടുത്തത് അപ്പൊ ഒരു പാട്ട് ഔട്ടായി. ഓക്കെ, അപ്പൊ ഒരു പാട്ട് ഔട്ടായി. ഇല്ല, ആക്രാന്തം കാണിക്കരുത്. സ്കോർ ചെയ്തു വിചാരിച്ചിട്ട്. യെസ്, കറക്റ്റ് ആൻസർ. പാലിന് ഒരു മുമ്പ് ഏഷ്യാനെറ്റിന് റെഡും വൈറ്റും ആണ് അവരുടെ കളർ. ഓക്കെ, അപ്പൊ ഉത്തരം തെറ്റി. ഏഷ്യൻ പെയിന്റ്സ്. യെസ്, പറഞ്ഞോളൂ. ഏഷ്യൻ പെയിന്റ്സ് കറക്റ്റ് ആൻസർ. അത് ടീം ഡി കൂടെ മുത്തു. യെസ്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രോഗ്രാമാണ്. ഓൾറെഡി ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ നിങ്ങളെ വീണ്ടും കാണിപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും ലാസ്റ്റ് ഒരു 2 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കളിച്ചതാണ്. എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. വേണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. കാരണം എത്രത്തോളം അത് ഭംഗിയാവും എന്നുള്ളത് അറിയില്ലായിരുന്നു. എന്തായാലും നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ കളിച്ച ഡാൻസാണ്. ആദ്യമായിട്ടാണ് കളിച്ച ഡബിൾ ഡാൻസ്. അപ്പോൾ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഞാൻ രാജി അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഏറ്റവും സ്പെഷ്യലാക്കിയത് അനീഷാണ്. ഓരോരോ പെർഫോമൻസും ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. ഭയങ്കര കറേജായിട്ട് ഭയങ്കര എന്ത് ധൈര്യത്തോടു കൂടിയാണ് ചെയ്യണതെന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ആളുടെ ഇത്രയും ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ സാറിനും മാഡത്തിനും നമ്മൾ ക്രിസ്മസ് കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ക്രാഫ്റ്റ് ഐറ്റംസ് വെച്ചിട്ട് ഒരു കാർഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കണം എന്നുള്ളത്. ആ ഒരു സജഷൻ ഞാനിവിടെ പറഞ്ഞപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഫോട്ടോ ശരിക്കുള്ള ഫോട്ടോയോ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ കിട്ടിയില്ല. പക്ഷേ മാഡം അത് കൈ പിടിച്ചിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങനെ അടിച്ചു പൊളിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, മെറി ക്രിസ്മസ്.